ഒരു ഫാമിലിക്ക് ഇത്രയും വലിയ വീട് എന്തിനാ? കൂട്ടുകുടുംബമായിരുന്നില്ലേ മുമ്പ്? ഒരുപാട് പേര് കാണും. അന്ന് അത് ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, എന്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ വാശി. അച്ഛന്റെ അമ്മയുടെയും സമ്മതവും അനുഗ്രഹവും വാങ്ങിക്കണം. എന്നിട്ട് മതി ഇവിടെയൊക്കെ വൃത്തിയാക്കലും മൂടി കൂട്ടലും ഒക്കെ. ചെല്ലു. നേരിൽ കണ്ടില്ലെങ്കിലും ആ അമ്മയെ എനിക്കറിയാം. അവർ സമ്മതിക്കും. അപ്പോഴേ എനിക്ക് സമാധാനാവും. പ്ലീസ്. ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാനും മറ്റും ജോലിക്കാരോടും മേസ്ത്രിയോടും വരാൻ പറഞ്ഞിരുന്നു ഞാനിരിക്കാം ഇവിടെ. നീ ഇവിടെ നിന്നാലെങ്ങനെ? ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ല. കാര്യമില്ലടോ, ആ തെളിവുകളൊക്കെ ഞാൻ കൈവിട്ടു. തമാശ പറയാതെ. കാര്യമായിട്ട് അവരത് നശിപ്പിച്ചു കാണും. ഓഹോ, എന്ന് വെച്ചാൽ നീയും അവന്മാരുടെ കൂടെ ചേർന്നു. സവർണ മേധാവിത്വവും പഴയ ജന്മിത്വവും വാഴിക്കാനാണല്ലോ അവന്മാരുടെ ശ്രമം. നിന്റെ ഉള്ളിൽ ഇപ്പോൾ അതാണല്ലേ? ഡോഡോ, താൻ ചൂടാകണ്ട. ഒരു സ്നേഹിതൻ എന്ന നിലയിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് ഇയാൾ ഉത്സാഹിച്ചെങ്കിൽ അത് സാധിച്ചു. അല്ലാതെ തന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് എന്നെ കരുവാക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. ഞാൻ പൊളിറ്റീഷ്യനല്ല. താൻ ഇപ്പോഴത് പറയും. വർഷങ്ങളോളം കേസിൽപ്പെട്ട് കിടന്ന ഈ ഇല്ലം ഞാൻ വീണ്ടെടുത്ത് തന്നില്ലേ? ചെയ്ത ഉപകാരത്തിനുള്ള ഈ കൂലി ആദ്യമേ ഞാനത് കാശായി തന്നിട്ടുണ്ടല്ലോ. പലരോടും കൈനീട്ടി വാങ്ങുന്ന താനത് മറന്നോ? ദേവൻ, ഞാൻ വിചാരിച്ചാലും ഇവിടെ ചിലതൊക്കെ നടക്കും. ഒരു ചുക്കും ചെയ്യില്ല. എന്റെ കയ്യിൽ പണമുള്ളിടത്തോളം കാലം. അതുണ്ടാക്കാൻ ഞാൻ ചെയ്ത കൃത്യങ്ങൾ ഓർക്കുമ്പോൾ ഈ അറുമുഖനും കൂട്ടരും ചെയ്ത തെറ്റുകൾ നിസ്സാരമാണ്. എനിക്ക് പൊറുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നാട്ടുകാരുടെ പണം അറുമുഖനെ പോലുള്ള മൂരാഴ്ചകൾ കട്ടുമുടിക്കുന്നത് സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കണം അല്ലേ? ജനങ്ങൾ നന്നാകണം. മതേതരത്വം ഘോഷിക്കുന്ന ഈ നാട്ടിൽ നിന്റെ പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഒരു ചവിട്ടുപടിയാണ് നീ ഇല്ലാതാക്കിയത്. നിനക്ക് ഞാൻ കാണിച്ചത്. കുറെ അധികം കണ്ടിട്ട് എന്നാടാ ഞാനും വന്നിരിക്കുന്നത്. തൊഴിലാളിയുടെയോ മുതലാളിയുടെയോ ഏത് മതക്കാരുടെയോ ഏത് വിഭാഗക്കാരുടെയോ ഏത് പാർട്ടി ഇവിടെ ഭരിച്ചാലും കോറിന് കുമ്പിടി തന്നെ കഞ്ഞി. നീ എന്നല്ല ഒരു രാഷ്ട്രീയക്കാരൻ വിചാരിച്ചാലും എന്നെ ഒരു പുണ്ണാക്കം ചെയ്യാനൊക്കില്ല. നിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന തന്തമാരെ വരെ വിലക്ക് വാങ്ങാനുള്ള പണം ഇന്നെന്റെ പോക്കറ്റിലുണ്ടടാ. ദേവാ, പോടാ പുല്ലേ.